എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഗ്യാസ് മുടങ്ങാതെ ലഭിക്കുന്നതിന് വേണ്ടി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട, ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് നിർബന്ധമായിട്ടും ചെയ്യണം. ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളാണ് പറയുന്നത്. വിവരങ്ങളിലേക്ക് കടക്കുന്ന കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. ഈ 15-ാം തീയതിക്കുള്ളിൽ ഗ്യാസ് KYC ചെയ്യാത്തവർക്ക് ഗ്യാസ് ലഭിക്കില്ല, ബുക്കിംഗ് സ്വീകരിക്കില്ല എന്നുള്ള അറിയിപ്പാണ് ഇപ്പോൾ വരുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയും ഗ്യാസ് KYC ചെയ്യാത്ത ആളുകൾ ഉടനെ അത് ചെയ്യണം. 2022 കേന്ദ്ര ഗവൺമെന്റ് എല്ലാ ആളുകളും, എല്ലാ ഗ്യാസ് കണക്ഷൻ ഉപഭോക്താക്കളും ഈ KYC ചെയ്യണം എന്ന് പറഞ്ഞത്. പക്ഷെ അത് നിർബന്ധമാക്കിയിരുന്നില്ല. ഇപ്പോഴാണ് ഈ ഒരു നിർബന്ധാവസ്ഥ വന്നിരിക്കുന്നത്. പശ്ചിമേഷ്യൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ നമ്മുടെ രാജ്യത്തുണ്ടായിരുന്ന ഗ്യാസ് പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ കൂടിയായിരുന്നു ഈ ഒരു ഗ്യാസ് KYC നിർബന്ധമാക്കിയത്. ആദ്യം ജൂലൈ 31 എന്ന് പറഞ്ഞു. ഇപ്പോൾ ഇതാ ഓഗസ്റ്റ് 15 എന്ന് പറയുന്നു. ചിലപ്പോൾ നീട്ടിയേക്കാം, ഇല്ല എങ്കിൽ അത് വലിയ പ്രയാസമുണ്ടാക്കും. അതുകൊണ്ട് തന്നെ KYC നടപടികൾ എല്ലാവരും പൂർത്തീകരിക്കണം. ആരുടെ പേരിലാണോ കണക്ഷൻ ഉള്ളത് അവരുടെ പേരിൽ തന്നെയാണ് അവരാണ് KYC നടപടി പൂർത്തീകരിക്കേണ്ടത്. ആ കണക്ഷൻ പേരിലുള്ള ആൾ നാട്ടിലില്ലെങ്കിലോ മരണപ്പെട്ടിട്ടുണ്ടോ എങ്കിലോ ഈ റേഷൻ കാർഡിലെ മുതിർന്ന അംഗത്തിന്റെ പേരിലേക്ക് ഗ്യാസ് കണക്ഷൻ മാറ്റുകയും KYC അവരുടെ പേരിൽ പൂർത്തീകരിക്കുകയും വേണ്ടതാണ്. KYC മാത്രമല്ല, ഗ്യാസ് കണക്ഷൻ ഉപയോഗിക്കുന്ന ബുക്ക് ചെയ്യുന്ന നമ്പർ ഈ കണക്ഷൻ മാറ്റുന്ന സമയത്ത് ആ പുതിയ ആളുടെ പേരിലുള്ള ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള നമ്പറിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ടും ശ്രദ്ധിക്കേണ്ടതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഗ്യാസ് ബുക്കിങ്ങുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഗ്യാസ് ബുക്കിംഗ് 2 ദിവസം കഴിഞ്ഞ് ഗ്യാസ് കിട്ടിയിട്ടില്ല എങ്കിൽ ബുക്കിംഗ് റദ്ദാവുന്നു എന്നുള്ള ഒരു പ്രതിസന്ധിയുണ്ട്. നമ്മൾ ഗ്യാസ് കണക്ഷൻ ഓൺലൈനായിട്ടോ അല്ലെങ്കിൽ ഫോണിൽ വിളിച്ചോ ബുക്ക് ചെയ്തതിന് ശേഷം 2 ദിവസത്തിനുള്ളിൽ ഡെലിവറി നടക്കാത്തവർക്കാണ് ഗ്യാസ് ബുക്കിംഗ് ക്യാൻസലായി പോകുന്നത്. അങ്ങനെ ക്യാൻസൽ ആകുമ്പോൾ പിന്നീട് അവർക്ക് ഗ്യാസ് സിലിണ്ടറുകൾ റീഫില്ല് ചെയ്ത് വീടുകളിൽ എത്തിക്കുന്നില്ല എന്ന പരാതിയുണ്ട്. നിലവിലെ പ്രളയ പശ്ചാത്തലത്തിലൊക്കെ വെള്ളം കയറിയ ജില്ലകളിലെല്ലാം ഗ്യാസ് വിതരണം ബുക്ക് ചെയ്തതിന് ശേഷം 2, 3 അല്ലെങ്കിൽ 4 ദിവസം എടുത്താണ് നടക്കുന്നത്. അപ്പോൾ ആദ്യം ബുക്ക് ചെയ്ത ആളുകളുടെ ബുക്കിംഗ് ക്യാൻസൽ ആകുന്ന ഒരു സ്ഥിതിയുണ്ട്. നിലവിലെ അവസ്ഥ ഗ്യാസ് ബുക്കിങ്ങിന് ഒരു പരിധി നിശ്ചയിച്ചിട്ടുണ്ട്. ഗ്രാമപ്രദേശങ്ങളിൽ 40 ദിവസവും നഗരപ്രദേശങ്ങളിൽ 25 ദിവസവുമാണത്. അതിനുശേഷം മാത്രമാണ് ഈ ഒരു ഗ്യാസ് കണക്ഷൻ ലഭിക്കുന്നത്. ഈ ഒരു പ്രതിസന്ധി ഉണ്ട് എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കുക. KYC ചെയ്യാത്തവർ അത് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ ഗ്യാസ് സിലിണ്ടറുകൾ ഈ ഒരു പ്രതിസന്ധി സമയത്ത് അധിക വില ഈടാക്കുന്നു എന്ന ഒരു പരാതിയുണ്ട്. അങ്ങനെ ഒരു പരാതി ഉണ്ട് എങ്കിൽ എല്ലാ ജില്ലകളിലും പരാതി പരിഹാര സെല്ല് ഇപ്പോൾ നിലവിലുണ്ട്. അതിന് പ്രത്യേക നമ്പറും ഉണ്ട്. ആ നമ്പറാണ് ഇനി പറയുന്നത്. തിരുവനന്തപുരം 91 88 52 73 15, കൊല്ലം 91 88 52 73 16, പത്തനംതിട്ട 91 88 52 73 17, ആലപ്പുഴ ജില്ല 91 88 52 73 18, കോട്ടയം ജില്ല 99 88 52 73 19, ഇടുക്കി ജില്ല 99 82 52 73 20, എറണാകുളം ജില്ല 91 88 52 73 21, തൃശ്ശൂർ ജില്ല 91 88 52 73 22, പാലക്കാട് ജില്ല 91 88 52 73 23, മലപ്പുറം ജില്ല 91 88 52 73 24, കോഴിക്കോട് ജില്ല 91 88 52 73 25, വയനാട് 91 88 52 73 26, കണ്ണൂർ 91 88 52 73 27, കാസർഗോഡ് 91 88 52 73 28. ഈ നമ്പറുകളിൽ അതാത് ജില്ലയിൽ വിളിച്ച് പരാതി നൽകാവുന്നതാണ്. അപ്പോൾ ഈ നമ്പറിലേക്ക് വിളിച്ച് അറിയിക്കാവുന്നതാണ്. ഗ്യാസ് സിലിണ്ടറുകൾ വിതരണം ഗ്യാസ് ഏജൻസി ഓഫീസിൽ നിന്നും 5 കിലോമീറ്റർ ചുറ്റളവിൽ സൗജന്യമാണ്. അത് കഴിഞ്ഞതിന് ശേഷമാണ് 10 രൂപ 20 രൂപ അല്ലെങ്കിൽ 30 രൂപ അങ്ങനെയൊക്കെ ഓരോ 5 കിലോമീറ്ററിനും വെച്ച് കൂടുന്നത്. ഏജൻസിയിൽ നിന്നും നിങ്ങളുടെ വീട്ടിലേക്കുള്ള ദൂരം നിങ്ങൾ മനസ്സിലാക്കുകയും നിങ്ങൾ പണം നൽകണമോ എങ്കിൽ അത് നൽകുക, ഇല്ല എങ്കിൽ അത് നൽകേണ്ടതില്ല. ഗ്യാസ് വാങ്ങുന്ന സമയത്ത് ബുക്ക് ചെയ്ത് മാത്രം വാങ്ങുകയും അതുപോലെ തന്നെ ബില്ല് ചോദിച്ച് വാങ്ങുകയും ചെയ്യുക. ബില്ലിൽ രേഖപ്പെടുത്തിയിട്ടുള്ള തുക മാത്രം നൽകാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഗൂഗിൾ പേ, ഫോൺ പേ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ ആപ്പ് ഉപയോഗിച്ച് ബില്ലടയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷൻ അതിലുണ്ട്. അത് ഉപയോഗിക്കുകയാണ് എങ്കിൽ കൃത്യമായിട്ട് ഗ്യാസിന് എത്ര രൂപയാണോ അത് മാത്രം നൽകിയാൽ മതി. പല ജില്ലകളിലും ചെറിയ വ്യത്യാസങ്ങൾ ഗ്യാസ് വിലയിൽ തന്നെയുണ്ട്. അത്
ട്രാൻസ്പോർട്ടേഷൻ ചാർജിൻ്റെ ഒരു വ്യത്യാസമാണ്. കൊച്ചിയിൽ കുറവായിരിക്കും, അതുപോലെ ആയിരിക്കില്ല കോഴിക്കോടും മലപ്പുറത്തൊക്കെ ഉണ്ടാകുക. അപ്പോൾ വ്യത്യാസങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ഗ്യാസ് വിതരണവുമായി ബന്ധപ്പെട്ട് നിങ്ങളെ അറിയിക്കാനുള്ളത്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ബൈ.